വണ്ടൂരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ സിനിമാ സീരിയൽ നടനും അധ്യാപകനും ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യ സംഘടനാ നേതാവുമായ വണ്ടൂർ സ്വദേശി മുക്കണ്ണൻ അബ്ദുൽ നാസർ എന്ന നാസർ കറുത്തേനി അറസ്റ്റിലാകുന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ ഒളിവിൽ പോയ നാസർ കറുത്തേനിയെ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. LP വിഭാഗം അധ്യാപകനായ നാസർ കറുത്തേനി തന്റെ സ്വകാര്യ ഓഫീസിൽ വെച്ച് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. വണ്ടൂർ കാളികാവ് റോഡിൽ അധ്യാപകന് സ്വകാര്യ ഓഫീസ് മുറിയുണ്ട്. ഇവിടെ വെച്ചാണ് പീഡനം നടന്നത്. പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ വഴിയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് സ്കൂളിൽ വെച്ച് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ അധ്യാപകൻ ഒളിവിൽ പോയി. വ്യാഴാഴ്ച ഉച്ചയോടെ അധ്യാപകൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ആടുജീവിതം, സുഡാനി ഫ്രം നൈജീരിയ, കുരുതി, ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചയാളാണ് നാസർ കറുത്തേനി. നിരവധി സിനിമകളിലും സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സാംസ്കാരിക മുഖം കൂടിയാണ് ഈ അധ്യാപകൻ. മുൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനായ മുഹ്സിൻ പരാരിയും സക്കറിയയും ചേർന്ന് സിനിമാ ലോകത്തെത്തിച്ച ഇദ്ദേഹം സംഘടനയുടെ സാംസ്കാരിക വേദികളിലെ നിത്യ സാന്നിധ്യമായിരുന്നു. എന്നാൽ ഈ കേസിന് ജനശ്രദ്ധ കിട്ടാതെ ഒതുക്കാൻ നടത്തിയ ശ്രമങ്ങളാണിപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലുമായി വൈറലാകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ലീക്കായതെന്ന് കരുതുന്ന ഓഡിയോയാണ് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ശബ്ദ സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. വാർത്ത പുറത്തെത്താതിരിക്കാൻ പോലീസ് നന്നായി സഹകരിച്ചു. എല്ലാ മീഡിയകളും ചാനലുകാരും നമ്മളോട് സഹകരിച്ചു. പക്ഷേ മരക്കലെ കുന്നുമല്ലെ ഈസ്റ്റ് ലൈവ് ചാനൽ നടത്തുന്ന അയ്യൂബ് ഉണ്ടല്ലോ, ആ DYFIക്കാരൻ, അവൻ വാർത്ത പുറത്തെത്തിക്കുമെന്ന് വാശി പിടിച്ചു. ഒരാളുടേതായിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എത്ര പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും പലരെ കൊണ്ട് വിളിപ്പിച്ചിട്ടും അവൻ സമ്മതിച്ചില്ല. അവനാണ് ഇത് ഭയങ്കര റിപ്പോർട്ടായി സിനിമയുടെ പേരുമൊക്കെ പറഞ്ഞത് പുറത്തുവിട്ടു. ഇങ്ങനെയാണ് ഓഡിയോയിൽ പറയുന്നത്. തുടർന്ന് കേസിന്റെ റിമാൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഓഡിയോ ഇങ്ങനെ അവസാനിക്കുന്നു. നമ്മുടെ സഹോദരനാണ്. മാഷുമായി പരിചയപ്പെട്ടവർക്കും ഇടപഴകിയവർക്കുമെല്ലാം അറിയാം നമ്മുടെ മാഷിന്റെ സ്വഭാവം എന്താണെന്ന്. മാഷ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമോ എന്നൊക്കെ. എന്തായാലും ജാമ്യം കിട്ടില്ല, റിമാൻഡ് ഉറപ്പാണ്. റിമാൻഡ് കാലാവധി അധികം നീട്ടാതെ ജാമ്യം കിട്ടാനും അതിനുശേഷം കോംപ്രമൈസായി മാഷ് നിരപരാധിത്വം തെളിയിച്ച് ഈ സമൂഹത്തിൽ നമ്മോടൊപ്പം ജീവിക്കാനും എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് വസിയത്ത് ചെയ്യാനുള്ളത്. ഇങ്ങനെയാണ് ഓഡിയോ അവസാനിക്കുന്നത്. ഇവിടെ കേസ് അട്ടിമറിക്കുന്നതിനുള്ള സാധ്യതകളും ഓഡിയോയിൽ കാണാം. കേസ് കോംപ്രമൈസായി മാഷ് തിരിച്ചു വരുമെന്ന് പറയുന്നത് കൃത്യമായി പണം കൊടുത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. അടുത്ത വർഷം റിട്ടയർ ആവുന്ന ഈ അധ്യാപകൻ അയാളുടെ സർവീസ് കാലയളവിൽ എത്ര കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു കാണും? അതിൽ എത്ര എണ്ണം ഇങ്ങനെ ഒതുക്കിയിട്ടുണ്ടാകും എന്നാണ് ഇത് ഷെയർ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സാംസ്കാരിക വേദികളിലെ നിത്യസാന്നിധ്യമായ ഇയാളെക്കുറിച്ചുള്ള വാർത്ത എത്ര മാധ്യമങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്തുവെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുന്നുണ്ട്.